ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ സിറ്റ് ഔട്ടിൽ നമ്മളൊരു ഇരിക്കാനൊരു ബെഞ്ച് റെഡിയാക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പം ഇത് നമ്മൾ കെട്ടി തട്ടടിച്ച് നമ്മൾ സ്ലാബ് വാർത്തിടുക, അത്രയേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗ്രാനൈറ്റും ബാക്കിയുള്ള ഗ്രാനൈറ്റോ ടൈലോ ഒക്കെ ആണെങ്കിൽ പിന്നെ ഒരു വീഡിയോ ഇട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇന്നത്തെ വർക്കാണ്. അപ്പം നമ്മൾ കട്ടയൊക്കെ നേരത്തെ ഇറക്കി വെച്ചിരുന്നു. കട്ട, സിമെൻറ്റ്, പൊടി ഇതെല്ലാം ഇറക്കി വെച്ച് നമ്മൾ 3 പാക്കറ്റ് സിമെൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അര പാക്കറ്റ് സിമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ടൈല് ഗ്രിപ്പ് ചെയ്യുന്നില്ല, നമ്മളല്ലാതെ കിട്ടുക. കാരണം പിന്നെങ്ങാനും ഇവർക്കൊന്ന് മാറ്റി എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈൽ എത്രയും പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് തന്നെയല്ല, ടൈൽ നമ്മളിങ്ങനെ കോർണറിൽ കിട്ടുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇടയ്ക്ക് ഫില്ലറും ഒക്കെ വരുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് ആ താഴ്വശം പൊടിക്കണമെന്നില്ല. പിന്നെ നല്ല വെയിറ്റൂടെ വരുന്നില്ലേ, എങ്ങോട്ടും പോകത്തില്ല. അപ്പം താഴെ സിമെൻറ്റ് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി നമ്മൾ ഗ്രൗട്ടൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ പുല്ലയും കട്ട നമുക്ക് ഈ തൂണൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വെച്ച് കറക്റ്റ് പത്തിരിപ്പൊക്കെ നോക്കി കറക്റ്റായിട്ട് വെക്കണമായിരുന്നു. പത്തിരിപ്പ് നമ്മൾ മറ്റേ ഭിത്തിയുടെ ആ ഒരു കണക്ക് തന്നെയാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം ഭിത്തിയുടെ ആ കണക്കിന് ഭിത്തിയുടെ പുറകേറ്റ് തേപ്പുവാനും ഉള്ളിലോട്ട് മാറ്റി, പിന്നെ ഫില്ലറിൻ്റെ കറക്റ്റൊപ്പം അങ്ങനെ വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ആണ് നമ്മൾ 2 ലൈൻ കട്ടയാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം 17 ഇഞ്ച് ഹൈറ്റാണ് നമ്മൾ ഇതിന് നമ്മൾ ഹൈറ്റ് വെക്കുന്നത്. 17 ഇഞ്ച് നമ്മൾ ഇതിൻ്റെ കട്ടയുടെ ഹൈറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 3 ഇഞ്ച് സ്ലാബിൻ്റെ കനം, പിന്നെ ഒരു 2 ഇഞ്ച് മറ്റേ ഗ്രാനൈറ്റോ ടൈലോ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു 1.5-2 ഇഞ്ചിനകത്തുള്ള ഹൈറ്റ്. അപ്പോൾ എല്ലായിടം അതുപോലെ 22 ഇഞ്ചിനകത്ത് വരും മൊത്തം ഹൈറ്റ്. അപ്പോൾ 17 ഇഞ്ച് നമ്മൾ കെട്ടി 2 പേര് കട്ട കെട്ടി നിർത്തുകയാണ്. അപ്പോൾ ചാന്തുവാനോട് വരുമ്പോഴത്തേന് 16 ഒരു കട്ട 8 ഇഞ്ചാണ്. അപ്പം 8 തൊട്ടും 16. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ചാന്തുവാനോട് വരുമ്പോഴത്തേന് അരയിഞ്ച് ചാന്തുവാനം എന്തായാലും വീഴും. അപ്പോൾ 17 ഇഞ്ച് കറക്റ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കണക്കാക്കി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ഒരു സോപാനത്തിൻ്റെ കറക്റ്റ് ഇരിക്കാനുള്ള ബെഞ്ചിൻ്റെ കറക്റ്റ് ഹൈറ്റ് വരും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കെട്ടിയിട്ടിട്ട് വേണം നമുക്കിനി അടുത്ത വേറെ സൈറ്റിലാണ്, ഒരു 4-5 കിലോമീറ്ററിനപ്പുറത്താണ് നമ്മൾ ഈ തട്ടും പലയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇത് കെട്ടിയിട്ടിട്ട് പോയി എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞാണ് രാവിലെ വന്ന് ഞങ്ങൾ ഇതങ്ങ് കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്റ്റെപ്പിൻ്റെ അവിടെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, അവിടെ അത്രയും ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ ഗേറ്റ് ഇടാനാണ്, മറ്റേ സ്റ്റീലിൻ്റെ ഗേറ്റ് നമുക്കവിടെ വെൽഡ് ചെയ്ത് പിടിപ്പിക്കാനാണ്. അപ്പോൾ ഈ 2 ലൈൻ കട്ട വെച്ചിട്ട് നമ്മൾ ഇനി അടുത്ത് പലയൊക്കെ എടുക്കാൻ പോകണം. പല ലാപ്പ് വിളിച്ചിട്ടുണ്ട്, വണ്ടിക്കകത്ത് വന്നിട്ട് പലക എടുത്തുകൊണ്ട് വന്നിട്ട് തട്ടടി തുടങ്ങാം. തട്ടടിച്ച് എന്തുവരെ ഇന്ന് തന്നെ അത് കോൺക്രീറ്റ് ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റേ ടൈലൊക്കെ ഒട്ടിക്കാനും സൈഡൊക്കെ തേക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ അകത്തോട്ട് ചെറിയൊരു കട്ടിങ് പോലെ വെക്കുന്നുണ്ട്. അത് നമ്മൾ 2 സൈഡിലും വെക്കുന്നുണ്ട്. ഈ വാതിലിൻ്റെ 2 സൈഡിലായിട്ട് അകത്തോട്ട് ഒരു 1.5 കല്ലിൻ്റെ നമ്മൾ കട്ടിങ് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്ലാബിൻ്റെ വീതി നമ്മൾ ചെയ്യുന്നത് 18 ഇഞ്ച് വീതിയാണ് വെക്കുന്നത്. അപ്പോൾ 18 ഇഞ്ച് വെച്ചിട്ട് പിന്നെ മൊത്തം നമുക്ക് 2 അടിക്കകത്ത് 2 അടി ടൈലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ കയറിയിടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം 18 ഇഞ്ച് വെച്ചിട്ട് പിന്നെ ഇച്ചിരി തള്ളു വരുമല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. ആ തള്ളു വന്നു കഴിയുമ്പോഴത്തേന് പിന്നെ അത് നമ്മൾ കട്ടിങ്സൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി വരുമ്പോഴത്തേന് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തുവരെ എഡ്ജൊക്കെ ഒന്ന് ഉരുട്ടി ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇച്ചിരി 1/4 ഇഞ്ച് തള്ളി നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത്, ടൈലായാലും ഗ്രാനൈറ്റായാലും ഒട്ടിക്കുന്നത്. കട്ടിങ്സ് തിരിച്ച് ആ ഉള്ളിലോട്ട് കയറ്റി ഒരു 1/4 ഇഞ്ച് അകത്തോട്ട് ഉള്ളിലോട്ട് കയറ്റി നമ്മൾ ചെയ്യുന്നത്. അപ്പം സൈഡ് ഭിത്തിയൊന്നും നമ്മൾ പൊട്ടിക്കുന്നില്ല. അപ്പം സ്ലാബിൻ്റെ കീഴിലായതുകൊണ്ട് നമ്മൾ ക്രോസ് ഒരു കെട്ടൂടെ കിട്ടിയാൽ ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഭിത്തി സൈഡിലൊന്നും നമ്മൾ കിഴിച്ച് കമ്പി കയറ്റാനൊന്നും നിൽക്കുന്നില്ല. അപ്പം പഴയ വീടിനുള്ളൊരു ഷേക്കൊന്നും വരണ്ട, അല്ലെങ്കിൽ വേറെ പ്രശ്നം വരണ്ട. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 4 ഇഞ്ച് കെട്ടാൻ നമ്മൾ ക്രോസ് അവിടെയും എല്ലാ എൻഡിലും കിട്ടുന്നുണ്ട്. അപ്പം ഭിത്തിയിലോട്ട് വലുതായിട്ട് നമ്മൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ നമുക്ക് പൊഴിക്കണ്ട.
അതെന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുമായാലും ഈ കയറുന്ന ഭാഗത്ത് നമ്മൾ 2 സൈഡിലും അതുപോലെ വെക്കുന്നുണ്ട്. പിന്നെ കഴിഞ്ഞതിന് ഇടയ്ക്ക് ഞങ്ങൾ പോയി പലയൊക്കെ എടുത്തുകൊണ്ട് വന്നു. പലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ പലയൊന്നും എടുക്കാൻ പോയി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പലയൊക്കെ എടുത്തുകൊണ്ട് വന്ന് പിന്നെ ഞങ്ങൾ പണിയുടെ ധൃതിയിലാണ്. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തേന് പെട്ടെന്ന് തട്ടടിച്ചിട്ട് വേണം കമ്പി കെട്ടി പിന്നെ കുഴച്ചിടാൻ. അപ്പോൾ ഞങ്ങൾ ധൃതിപ്പണി ഇങ്ങനെ തട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തട്ടിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇതിൻ്റെ കമ്പി കെട്ടി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ 2 പേരും കൂടെ ഭയങ്കര ബിസി വർക്കായിരുന്നു. അപ്പം രാത്രിയായി തീർന്നപ്പോഴത്തേന്. അപ്പോൾ എന്തായാലും കോൺക്രീറ്റൊക്കെ കഴിഞ്ഞു. അപ്പം വീഡിയോ കണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം അത്യാവശ്യം നല്ല വീഡിയോകളായിട്ടൊക്കെ നമ്മൾ വരുന്നതായിരിക്കും. അപ്പം അടുത്ത നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.